ഏകാന്തത, ദുഃഖം, സങ്കടം, നിരാശ തുടങ്ങിയ നെഗറ്റീവ് ഫീലിങ്സുകൾ നമ്മൾ അനുഭവിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് നമ്മൾക്കൊരു സന്തോഷം കൊണ്ടുവരാൻ പറ്റുന്നൊരു മാർഗ്ഗമാണ് ഞാൻ പറയുന്നത്. നമ്മുടെ മൊബൈലിൽ ഇപ്പോൾ വാട്സപ്പിലൊക്കെ നമ്മൾ മെസ്സേജ് അയക്കുമ്പോൾ ഇമോജികളില്ലേ, അതിൽ പല ഇമോജികളുണ്ട് അല്ലേ? സങ്കടം വരുന്നത്, ദേഷ്യം വരുന്നത്, സന്തോഷമുള്ളത്, അങ്ങനെ പല ഇമോജീസുകളുണ്ട്. അതിൽ നമ്മൾ സന്തോഷത്തിൻ്റെ ഇമോജി എടുക്കുക. എന്നിട്ട് ആ ഇമോജി നമ്മൾ നമ്മുടെ മുഖത്ത് നമ്മൾ ആ ഭാവം എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുക. സന്തോഷത്തിൻ്റെ ഭാവം ഒരു 10-20 പ്രാവശ്യം നമ്മളുടെ മുഖത്ത് നമ്മളത് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ചിന്തകളെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അതായത് നമ്മൾ നെഗറ്റീവ് ചിന്തയിൽ നിൽക്കുമ്പോൾ നമ്മുടെ നെഗറ്റീവ് ചിന്തയെ മാറ്റാൻ ഈ ഒരു ഇമോജി വ്യായാമം കൊണ്ട് നമുക്ക് കഴിയും. അതായത് നമ്മുടെ മുഖത്തെ പേശികളൊക്കെ വലിയാണ്. അപ്പോൾ നമ്മളുടെ ശ്രദ്ധ നമ്മളുടെ ആ ഒരു നെഗറ്റീവ് ഫീലിങ്സ്, അതായത് നമ്മൾ അനുഭവിക്കുന്ന ഏകാന്തത ആയിക്കോട്ടെ, ദേഷ്യം ആയിക്കോട്ടെ, സങ്കടമായിട്ടെ, ആ ഒരു ഫീലിങ്സിൽ നിന്ന് നമ്മളുടെ ശ്രദ്ധയെ നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ചെറിയ സിമ്പിളായിട്ടുള്ള വ്യായാമം നമ്മളെ സഹായിക്കും. അത് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. നമ്മൾ അത്രയും ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ വെറുതെ അതും അല്ലെങ്കിൽ ഇമോജി എടുത്തില്ലെങ്കിൽ നമ്മളെ കണ്ണാടി നോക്കിയിട്ട് തന്നെ നമ്മുടെ ഇതുപോലുള്ള സന്തോഷത്തിൻ്റെ എക്സ്പ്രഷനുകൾ നമ്മുടെ മുഖത്ത് പ്രതിഫലിപ്പിക്കാൻ, അതായത് ഒരു വ്യായാമം പോലെ നമ്മളത് ചെയ്യുക. അത് നമ്മുടെ ശ്രദ്ധയെ നമ്മൾ അവിടെ നിന്ന് മാറ്റാൻ ശ്രമിക്കുക. നമ്മുടെ ചിന്തകൾ നമ്മളുടെ പ്രവൃത്തിയെ, അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളാണ് നമ്മൾക്ക് എപ്പോഴും, അതായത് നെഗറ്റീവ് ചിന്തകളാണ്. അതിപ്പോൾ നിരാശ ആയിക്കോട്ടെ, സങ്കടം ആയിക്കോട്ടെ, ഏകാന്തത ആയിക്കോട്ടെ, ഏത് ചിന്തകളായിക്കാലും, ക്ഷീണോ സമ്മർദ്ദമോ ഏതാണോ നമ്മൾ അനുഭവിക്കുന്നത്, അപ്പോഴൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള ഇമോജി വ്യായാമം കൊണ്ട് നമുക്ക് നമ്മുടെ ചിന്തയെ മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കും. അതൊരു വ്യായാമമാണ്. നമ്മൾ എക്സസൈസ് ചെയ്യുന്ന പറയുന്ന പോലെ തന്നെയാണ് നമ്മുടെ മുഖത്ത് വരുത്തുന്ന വ്യായാമം. അപ്പം നമ്മളുടെ ശ്രദ്ധ ആ ഒരു പ്രത്യേക നെഗറ്റീവ് ആ അനുഭവത്തിൽ നിന്ന് നമ്മൾ തിരിച്ച്, ആ ഫീലിങ്സിൽ നിന്ന് നമ്മൾ തിരിച്ച് നമ്മുടെ ശ്രദ്ധ മാറുകയാണ്. അപ്പം നമ്മളുടെ ശ്രദ്ധ മാറുന്നതനുസരിച്ച് നമ്മളുടെ ആ ഒരു ഫീലിങ്സും ഓട്ടോമാറ്റിക്കലി മാറും അല്ലേ? അങ്ങനെയാണ് നമ്മൾ അതിനു വേണ്ടി ശ്രദ്ധിക്കുക. അതായത് നമ്മുടെ ചിന്തകൾ നമ്മളുടെ പെരുമാറ്റത്തെ ബാധിക്കും, പെരുമാറ്റം ചിന്തയെയും ബാധിക്കും. അപ്പം നമ്മുടെ ചിന്തേനെ മാറ്റാൻ വേണ്ടിയിട്ട് ചെയ്യാവുന്ന ചെറിയൊരു എക്സസൈസാണ് ഇത്. അതിപ്പോൾ നമ്മൾ പുഞ്ചിരിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ സന്തോഷം എന്ന ഫീലിങ്സ് വരുന്നു. അപ്പം നമ്മൾ സന്തോഷിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുക. നമ്മളുടെ നെഗറ്റീവ്, നമുക്ക് ഏത് സമയത്തും ജീവിതത്തിൽ 3/4 സമയവും നമുക്ക് നെഗറ്റീവ് ഫീലിങ്സുകൾ തന്നെയാണ് വരിക. സന്തോഷം എന്നുള്ള സംഭവം എപ്പോഴെങ്കിലൊക്കെ തന്നെയാണ് വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ തന്നെ വേണം അതിനെ മാറ്റി നമുക്ക് സന്തോഷമായിട്ടിരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ അത് കൊണ്ടുവരാൻ ശ്രമിക്കണം. ഒരാൾക്കും നമ്മളെ സന്തോഷിപ്പിക്കാൻ കഴിയില്ല, നമ്മൾക്ക് മാത്രമേ കഴിയുള്ളൂ. നമ്മൾ വിചാരിക്കും അവരുടെ പെരുമാറ്റം, അവരുടെ പ്രവർത്തികളൊക്കെയാണ് നമ്മളെ സന്തോഷിപ്പിക്കുന്നത്. അതൊക്കെ കുറച്ച് നേരത്തേക്കേ ഉള്ളൂ. പക്ഷേ നമ്മൾക്ക് ഒരു ശാശ്വതമായ സന്തോഷം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ സ്വയം കണ്ടെത്താൻ ശ്രമിക്കണം. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ വ്യായാമങ്ങളൊക്കെ ചെയ്ത് ചിന്തകളെ നമ്മൾ മാറ്റാൻ ശ്രമിക്കുക. നമ്മളുടെ നെഗറ്റീവ് ചിന്തകളാണ് നമുക്ക് ആ ഒരു ഭാവത്തിലേക്ക്, അതായത് ആ ഒരു ഫീലിങ്സിലേക്കൊക്കെ പോകണം. അപ്പോൾ ചിന്തകളെ മാറ്റാൻ വേണ്ടിയിട്ടും ആ ചിന്തകളോട് മാറുന്നതോടെ നമ്മുടെ പെരുമാറ്റത്തെ മാറ്റാനും വേണ്ടിയിട്ട് ശ്രമിക്കുക. എപ്പോഴും ഹാപ്പി ആയിട്ട് പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ.